മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനെതിരെയും അന്തസ്സായ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ കഥയാണിത്. വെൽക്കം ബാക്ക് ടു സ്കിൽ ആൻഡ് സ്പാർക്ക്. സ്കിൽ ആൻഡ് സ്പാർക്കിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് ലോകമെമ്പാടും ചുവന്ന പതാകയേന്തി മെയ് 1 ആഘോഷിക്കുന്നത്? 8 മണിക്കൂർ ജോലി എന്ന അവകാശം നേടിയെടുത്തത് എങ്ങനെയാണ്? വെറുമൊരു അവധി എന്നതിനപ്പുറം മെയ് ദിനത്തിന് പറയാനുള്ളത് വലിയൊരു അതിജീവനത്തിന്റെ കഥയാണ്. കേൾക്കാം നമുക്ക് സ്കിൽ ആൻഡ് സ്പാർക്കിലൂടെ. ക്രൂരമായ ജോലിഭാരത്തിനെതിരെ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി 1886 അമേരിക്കയിലെ ചിക്കാഗോ തെരുവുകൾ മുഴങ്ങിയ ആ വെടിശബ്ദം വെറുതെ അല്ലായിരുന്നു. മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യവുമായി എ മാർക്കറ്റിലെ ഒരു കൂട്ടം തൊഴിലാളികൾ നടത്തിയ സമരത്തിനെതിരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ബോംബേറിലും ഒരുപാട് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. തൊഴിലാളികളുടെ ഓർമ്മയ്ക്കായാണ് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആദരിക്കാൻ തീരുമാനിച്ചത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1923 ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചിങ്കാരവേലു ചെട്ടിയാരാണ് പഴയ മദ്രാസിൽ ആദ്യമായി ചുവന്ന കൊടി ഉയർത്തി മെയ് ദിനം ആഘോഷിച്ചത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 8 മണിക്കൂർ ജോലി, മിനിമം വേതനം, ആഴ്ചയിലെ ഒഴിവു ദിവസം, ഇവയെല്ലാം ഈ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. സമൂഹത്തിന്റെ നട്ടെല്ലായ തൊഴിലാളികളുടെ അധ്വാനത്തെ ആദരിക്കുക. ലോകത്തെവിടെയുമുള്ള തൊഴിലാളികൾ ഒന്നാണെന്ന സത്യം മറക്കാതിരിക്കുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.